വിമത MLA-മാരെ ചൊല്ലി CPM-ൽ പുതിയ വിവാദം. തെറ്റു തിരുത്തിയാൽ മടങ്ങി വരാമെന്ന സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജന്റെ പ്രസ്താവനയാണ് വിവാദത്തിലായത്. ജയരാജന്റെ നിലപാട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തള്ളി. പുറത്തുപോയവർ വർഗവഞ്ചകരാണെന്ന് ജയരാജനെ തിരുത്തി MV ഗോവിന്ദൻ പറഞ്ഞു. അല്ല, ഏത് ഘട്ടത്തിലാണ് തെറ്റ് തിരുത്തിയാൽ പാർട്ടി അത്തരം ആളുകളോട് പൊറുക്കാത്തത്? യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ഒരു പ്രത്യേകത നമ്മൾ കാണും. ഒരിക്കൽ നയപരമായി അവർക്ക് തെറ്റുപറ്റി, സംഘടനാപരമായി തെറ്റുപറ്റി എന്ന് കരുതി ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരായ പഴയ ആളുകളെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകുന്നവരല്ല. ആ രാഷ്ട്രീയത്തെ എതിർക്കും, അന്നത്തെ നിലപാടിനെ എതിർക്കും. അന്ന് ഞാനല്ലേ പറഞ്ഞത്, ഗോവിന്ദമാഷ നിലപാടിനെ പറ്റി വർഗവഞ്ചനയാണെന്ന് പാർട്ടി ഭരണഘടനയിൽ പറയുന്ന കാര്യമാണത്. പാർട്ടിയെ വഞ്ചിക്കുന്നവനെ വർഗവഞ്ചകനായിട്ടാണ് കാണുക പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഇനി നാളെ നിലപാടുകൾ തിരുത്തി പാർട്ടിയുമായി സഹകരിക്കാൻ തയ്യാറായി വരുമ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിന് പിന്നാലെയാണ് MV ഗോവിന്ദന്റെ പ്രതികരണം ഉണ്ടായത്. അതുകൂടി കേൾക്കാം. ഓരോരുത്തരും അവിടെയും ഇവിടെയെല്ലാം ഓരോ ചാനലിലായിട്ട് സംസാരിക്കുന്നതിന് മറുപടി പറയേണ്ട യാതൊരു കാര്യമില്ല. ഞാനതാ പറഞ്ഞത്, ഞങ്ങളിത് പറഞ്ഞാണ് ഇതല്ലെന്നും. പിന്നെ ആദ്യം പറഞ്ഞത് പ്രശ്നം പാർട്ടി നേതാക്കൾ പറയുന്നത്, പാർട്ടി നേതാവിന്റെ ഭാഗമായിട്ട് പറയുന്നതല്ല. അത് തെറ്റ് തിരുത്തിയാൽ ഈ ഭൂമുഖത്ത് ആരെയും തിരിച്ചെടുക്കുമല്ലോ. അതിനെന്താ സംശയമുള്ളത്? എന്ത് തെറ്റാ ചെയ്തെന്ന് അദ്ദേഹം ചോദിക്കുന്നു. പാർട്ടിയെ വഞ്ചിച്ചു, വർഗവഞ്ചനയാണ്, ചതിയാണ്. അത് കൃത്യമായിട്ട് പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. അത് സുധാകരനായാലും ഈ പറയുന്ന TK ഗോവിന്ദനായാലും അതുപോലെ കുഞ്ഞകൃഷ്ണനായാലും ഇവരെല്ലാം എടുത്ത നിലപാട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതൃത്വത്തിലുണ്ടായിരുന്നവരുൾപ്പെടെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലപാട് അതിശക്തമായ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ആ വിമർശനം ശക്തിയായി തുടരും. MV ഗോവിന്ദന്റെ പ്രതികരണത്തിന് പിന്നാലെ MV ജയരാജൻ ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി. വിമത MLA-മാർ വർഗവഞ്ചകർ തന്നെയെന്ന് MV ജയരാജൻ പിന്നീട് പറഞ്ഞു. അല്ല, വഞ്ചനയെ അവർ ചെയ്തിട്ടില്ല എങ്കിൽ അവർക്കിതെല്ലാം ഒരവസരമാണ്. അവർ പറയുന്നത് ഞങ്ങൾ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നാണ്. അപ്പോൾ വഞ്ചകരാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇതിനൊന്നും മറുപടി പറയാതെ മൗനം പാലിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് അവർക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. അത് തിരുത്തുന്നില്ലെങ്കിൽ അവർ വഞ്ചകർ തന്നെയാണ്. അവർ തിരുത്താനുള്ള അവസരം UDF തന്നെ ഒരുക്കിയിരിക്കുകയാണ്. അവർക്ക് ഒന്നുമില്ലെങ്കിലും മണ്ഡലത്തിലെ കിഫ്ബി അനുവദിച്ച ഭരണാനുമതി നൽകിയ പദ്ധതി നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നെങ്കിലും കത്തെഴുതുമോ? അപ്പോൾ വർഗവഞ്ചന തന്നെയാണ് അവർ തുടരുന്നത് എന്നത് ഇതൊന്നും അവർ ചെയ്യാത്തിടത്തോളം കാലം ജനങ്ങൾ കരുതും. താൻ എന്ത് വർഗവഞ്ചനയാണ് ചെയ്തതെന്ന് പാർട്ടി ബോധ്യപ്പെടുത്തണമെന്നാണ് പയ്യന്നൂർ MLA V കുഞ്ഞികൃഷ്ണന്റെ മറുപടി. തെറ്റെന്താണെന്ന് മനസ്സിലായാലല്ലേ തിരുത്താൻ പറ്റൂവെന്നും കുഞ്ഞികൃഷ്ണൻ ചോദിക്കുന്നു. എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞാലല്ലേ അത് തിരുത്താൻ സാധിക്കും. അപ്പൊ ഞാൻ ചെയ്ത തെറ്റ് എന്താണ് എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഈ വർഗവഞ്ചന കാണിച്ചു എന്നാണ് പറയുന്നത്. അല്ല, അതോരോ വ്യാഖ്യാനങ്ങൾ. ഈ അച്ചടക്ക നടപടിക്ക് വിധേയമാകുന്ന ആളുകളുടെ നേരെ പ്രയോഗിക്കുന്നത് എല്ലാ കാലത്തും CPM-ന്റെ ഒരു സമീപനമാണ്. അതിന് കുറെ പദാവലിയും അവരുടെ നിഘണ്ടുവിലുണ്ട്. വർഗവഞ്ചകൻ, കോടാലിക്കൈ, ഒറ്റുകാരൻ തുടങ്ങിയ ഒട്ടേറെ പദാവലികൾ. ഞാൻ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എല്ലാ കാലത്തും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കും, നിലനിൽക്കും, പ്രവർത്തിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ വളരെ ബോധപൂർവം UDF-കാരനാക്കാനുള്ള ശ്രമമാണ് ദേശാഭിമാനി ഉൾപ്പെടെ CPM ഉൾപ്പെടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, ഈ പാർട്ടി വിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ഇപ്പോൾ TK ഗോവിന്ദനാണെങ്കിലും ശരി, കുഞ്ഞികൃഷ്ണനാണെങ്കിലും ശരി, PM ശ്രീയോ അല്ലെങ്കിൽ വിഴിഞ്ഞത്തെ കരാറോ ആയിരുന്നില്ല അവരുടെ വിഷയം. അവരുടെ വിഷയം പാർട്ടിക്കുള്ളിലെ പോരായ്മകളായിരുന്നു. കണക്ക് സഹിതമൊക്കെയാണ് രേഖകൾ അന്ന് പുറത്തു വന്നത്. പക്ഷേ അതിൽ പാർട്ടി ഒന്നും ചെയ്തില്ല. അതാണ് ഇവരുടെ പ്രശ്നം. പിന്നെ ഇപ്പോൾ എന്താണ് ഇവരിൽ നിന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും പാർട്ടി വിട്ട് പുറത്തു വന്ന 3 പേരും സമാനമായ രീതിക്കുള്ള ആരോപണങ്ങളാണ് അന്ന് ഉയർത്തിയിരുന്നത്. അത് പ്രധാനമായും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അവർ വർഗവഞ്ചകരാണോ അല്ലയോ എന്നുള്ള ഒരു
ചർച്ചകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. മാത്രമല്ല ഈ ഇന്നത്തെ ഒരു പ്രതികരണം, കഴിഞ്ഞ ദിവസം എം വി ജയരാജൻ നടത്തിയ പ്രതികരണത്തിൽ അത്തരത്തിൽ തെറ്റുതിരുത്തി പാർട്ടിയിലേക്ക് തിരിച്ചു വന്നാൽ അവർക്ക് തിരികെ അവരെ സ്വീകരിക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഒരു പാർട്ടി നിലപാടായി, അത് പ്രത്യേകിച്ചും അത് ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ അത് തിരുത്തിക്കൊണ്ട് പരസ്യമായി തന്നെ രംഗത്തെത്തിയത്. എം വി ഗോവിന്ദൻ കൃത്യമായി പറഞ്ഞു, ആരെങ്കിലും ഏതെങ്കിലും ഇടത്ത് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതല്ല പാർട്ടി നിലപാട്. അത് പാർട്ടി നിലപാട് കൃത്യമായി പറയാനായി അതിൻ്റെ സംവിധാനങ്ങളുണ്ട് എന്ന് എം വി ജയരാജനെ ഈ എം വി ഗോവിന്ദൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു പ്രതികരണമാണ് ഇന്നുണ്ടായത്. മാത്രമല്ല ഇവർ വർഗവഞ്ചകരാണ്, കൂടാതെ അന്ന് പാർട്ടിയോട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി എണ്ണി പറഞ്ഞുകൊണ്ടുമൊക്കെ തന്നെയായിരുന്നു ഇത്തരത്തിൽ എം വി ഗോവിന്ദൻ്റെ ഒരു പ്രതികരണമായി ഉണ്ടായിരുന്നത്. അപ്പോഴാണ് താൻ നേരത്തെ നടത്തിയ പ്രതികരണം അത് അസ്ഥാനത്തായി പോയി എന്നൊരു തിരിച്ചറിവ് എം വി ജയരാജൻ ഉണ്ടാകുന്നത്. അതോടുകൂടി എം വി ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു പരസ്യ പ്രതികരണത്തിനെത്തുകയാണ്. ഇത്തരത്തിൽ ഈ താൻ പറഞ്ഞത് തൻ്റേതായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ്, അതല്ലാതെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവർ കൃത്യമായി അവർ ഇനിയെങ്കിലും അവർക്ക് പരസ്യമായി പ്രതികരിക്കാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ UDF തന്നെ ഒരുക്കിയിരിക്കുന്നത്. അത് PM ശ്രീ വിഷയത്തിലായാലും വിഴിഞ്ഞം വിഷയത്തിലായാലും കൂടാതെ തങ്ങളുടെ സ്വന്തം മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടായാലും അതൊക്കെ തന്നെ ഇപ്പോൾ ഈ ഒരു തെറ്റ് തിരുത്തി തിരികെ പാർട്ടിയിലേക്ക് വരാനുള്ള ഒരു അവസരമായി എം വി ജയരാജൻ എടുത്തു പറയുന്നു. എന്തായാലും ഈ പാർട്ടി നിലപാടുകൾ പലയിടങ്ങളിലും പലതായി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാകുന്നത്. ശരി.